എന്തായാലും ശരി, റബ്ബർ തോട്ടം സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലെങ്കിൽ ആചാർക്ക് പണം കൊടുക്കേണ്ടി വരും. നിന്നോട് ആരും പറഞ്ഞ അയാളോട് പോയി കള്ളത്തടി വാങ്ങിക്കാൻ? അയാളും ഞാനുമായി തർക്കത്തിലാണെന്ന് നിനക്കറിയില്ലേ? അപ്പൊ എന്റെ ശത്രുവിനെ കൂട്ടുപിടിച്ച് പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള നിന്റെ അതിമോഹം ഇപ്പൊ കിട്ടിയല്ലോ. ആ കുറിച്ച് നീ തന്നെ അങ്ങ് ചുവന്നാ മതി. മാധുക്കുട്ടി, ഹാജിയാർക്ക് ഞാൻ ഗ്യാരണ്ടി ഒപ്പിട്ട് കൊടുത്തതാ. എന്നോട് ചോദിച്ചിട്ടല്ലോ നിങ്ങൾ ഒപ്പിട്ടത്. ഇവന്റെ താളത്തെടുത്ത് നിങ്ങൾ തുള്ളി. നമ്മുടെ വസ്തു കൈയേറ്റത്തിൽ ഹാജിയാരുമായി ഞാൻ ഇന്നും കേസിലാണെന്ന് അപ്പൻ അറിയാമല്ലോ. അതിന് നീ എന്നെ വിസ്തരിക്കണ്ട. സായിപ്പിന്റെ കാലത്തുള്ള മരങ്ങളല്ലേ, വളർന്നു മുറ്റി കറയും പറ്റി, പിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടാ? അത് ഞാൻ സ്ലോട്ടറിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൻ തന്നെ അതൊക്കെ നിശ്ചയിച്ചാൽ മതിയോ? പിന്നെ ആരും നിശ്ചയിക്കണം? അപ്പന്റെ പോലല്ലേ? അല്ലടാ, ഞാനും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. അന്ന് കാട്ടിലും മലയിലും കിടന്ന് ചോരയും നീരും മറ്റിച്ച് അധ്വാനിക്കുമ്പോ നീയൊക്കെ എവിടെയായിരുന്നു? ഇന്ന് അവകാശം പറയാൻ വരുന്നു? ആ തോട്ടത്തിലൊരു മരം പോലും മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പനല്ല ആരായാലും ശരി. പിന്നെ എങ്ങനെയാടാ ഹാജിയാർക്ക് കാശ് കൊടുക്കുന്നേ? നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച കടമല്ലേ? എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിക്കും. മോളെ അമ്മുജോ, ചാര വന്നു നോക്ക്. എന്നാലും എന്റെ കൃഷ്ണൻകുട്ടി ഇങ്ങനെയുണ്ട് ഒരു പട്ടാളം. എന്റെ മോൾ ഇവിടെ കൃഷ്ണൻകുട്ടിയായിട്ട് എപ്പോഴാ വരിക, കൃഷ്ണൻകുട്ടിയേട്ടന്റെ കത്ത് എപ്പോഴാ വരിക എന്ന് കാത്തു കാത്ത് ഉരി കഴിയല്ലേ. അതെ അതെ. നീ അവളെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാതെ മോനെ. എടേ അമ്മുകുട്ടി, നീ പറയുന്ന നേരാണ് കരുതിയിട്ടെ അവൻ ഇവിടെ എങ്ങാനും കൂടി ആകെ കുഴപ്പോ. ഞാൻ വന്നില്ല അമ്പലം, എനിക്കറിയാതെ കാണാൻ എനിക്ക് മോഹമില്ലല്ലോ. നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുവന്നറിയോ? ആ പെട്ടിയിലുണ്ട്. അതൊന്നും വേണ്ട, എനിക്കെന്റെ കൃഷ്ണൻകുട്ടിയേട്ടൻ മതി. ഇന്നലെയും തൊഴാൻ വന്നപ്പോ പാപ്പച്ചനെ ഞാനിവിടെ നോക്കിയിരുന്നു, കണ്ടില്ല. എന്താ ആലോചിക്കണേ? അതെ, എന്റെ ചെറുപ്പത്തില് മറക്കുടയും പിടിച്ച് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞങ്ങളെല്ലാം വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നില്ലേ? അതെന്താണെന്ന് എന്റെ അപ്പനോട് ചോദിച്ചപ്പോ നമ്പൂരിമാരെ തൊട്ട് അയത്താവൂന്ന് പറഞ്ഞു. പിന്നെ എന്താ അയത്തം എന്നായി ചോദ്യം. അപ്പനോടും എല്ലാവരോടും ചോദിച്ചു, ആരും പറഞ്ഞു തന്നില്ല. ഒടുവിലൊരു ദിവസം, ഓർമ്മയുണ്ടോ സഹോദരിക്ക്, ഈ അയത്തം എന്താണെന്നറിയാനാ. അയ്യോ എന്റെ ദേവരെ, കുട്ടിയത്തോലെ ഈ നസാണിച്ചേട്ടൻ തൊട്ട് അശുദ്ധാക്കി. കുട്ടി നീ തൊട്ടു. അന്ന് അപ്പൻ എന്നെ ഒത്തിരി തല്ലി. ഇപ്പോ സാവിത്രി അടുത്ത് വരുമ്പോ എനിക്ക് പേടിയാ. എന്തിനാ? അയത്താവില്ലേ തൊട്ടാൽ? ഇല്ല. എന്നാൽ ഒന്ന് ഞാൻ തൊട്ടോട്ടെ? തൊട്ടോളൂ.
ദീപം 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 ദീപം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. സാവിത്രി, എടി, എവിടെയായിരുന്നു നീ ഇതുവരെ? ആരുടെ കൂടെയായിരുന്നാ ചോദിച്ചത്? എല്ലാം എനിക്കറിയാം. നിന്റെ അഹമ്മദ് നിർത്തിക്കൊള്ളൂ. ദുഷ്പേരുണ്ടാക്കിയ ഈ കുടുംബം മുടിയും. ഇനിയും മുടിയാൻ ബാക്കി എന്തുണ്ട് എടുത്തി? എന്താണ് നീ പറഞ്ഞത്? ഒരുമ്പെട്ടവളെ. ഒരു പുരുഷന്റെ ചെത്തും ചൂരും അനുഭവിച്ചറിയാൻ എന്റെ ഏട്ടത്തി കൊതിച്ചിട്ടില്ലേ? ഉണ്ണു തുറന്നു പറയൂ. ഉണ്ട്, എനിക്കറിയാം. ലഹളക്കാലത്ത് അഭയം നൽകിയ ചാത്താംപുലേനെ സ്വന്തം പായിലേക്ക് ക്ഷണിച്ച് നമ്പൂരിപ്പെണ്ണിന്റെ കഥ എന്റെ ഏട്ടത്തെ അയവിറക്കാറില്ലേ? ആ നിലയ്ക്കല്ല ഞാൻ പാപ്പച്ചനെ ഇഷ്ടപ്പെട്ടത്. ഒരു കടപ്പാട്, ആ പരിചയം സ്നേഹമായി. എന്നാലും കളങ്കപ്പെടാതെ എനിക്കൊന്ന് നിയന്ത്രിക്കാൻ അറിയാം. അനിയത്തെ, ഈ ഇല്ലത്തെ കുട്ടിക്കാവാണ് നീ. ഒരന്തർജനം, അത് മറക്കരുത്. ഈ ഏട്ടത്തിക്ക് അതേ പറയാനുള്ളൂ. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ. വർഗീസേ, എനിക്ക് പോയാല് വെള്ളം ഇറങ്ങുന്നത് കാത്തു നിൽക്കാൻ ഒക്കൂല. പോരയില് മോളൊറ്റക്കുള്ളൂ. നീ ഇവിടെ നിൽക്ക്. എന്തേ? ശരി. ആ പിന്നെ വല്ല മഴയോ മഞ്ഞോ വരികയാണെങ്കിലേ അനക്ക് ആ ഏറുമാറത്തിൽ കയറി കിടക്കാം. അതോ? അത് ചാക്കോച്ചന്റെ ആ കാട് മാത്തുക്കുട്ടിയുടെ നായാട്ടിന് വേണ്ടി കെട്ടിണ്ടാക്കിയതാ. ഓം വെല്ലപ്പിളേ വരൂ. ഞാൻ കൂപ്പി കിടന്നോളം കാറില്ല. മരുന്ന് തുടർന്ന് ഇത് തന്നെ കഴിച്ചാൽ മതി. കഴിയുന്നതും ശരീരമക സൂക്ഷിക്കണം. അപ്പ, എന്റെ ഡാഡി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു വാശി കൂടുതൽ. പക്ഷേ അവളെ ചാരായം പോരണം നമുക്ക് തന്നെ കിട്ടി. മാണി എപ്പോ വന്നു? ഇരിക്കൂ. ചാക്കോച്ചന് സുഖമില്ലെന്ന് എന്റെ മോളി ഫോൺ ചെയ്തപ്പോ ഞാൻ പഴയ വഴക്കുകളെല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നതാ. എങ്ങനെയുണ്ടാ സുഖം? ഓ, അത്രയ്ക്കൊന്നുമില്ല. കാലാകാലത്ത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം. എല്ലാം അപ്പന്റെ പേര് തന്നെ ഇപ്പോഴും കിടക്കുന്നത്. ചാക്കോച്ചൻ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എന്തിന്? മരണനികുതി അടയ്ക്കാതിരിക്കാൻ. നമ്മളെ പാറായിലെ കൊച്ചാപ്പത്തരകനില്ലേ, ചാക്കോച്ചന്റെ പ്രായം കാണില്ല. പെട്ടെന്നായിരുന്നു. ഒന്നും എഴുതി വെക്കാതെ മരിച്ചത്. 7 അമ്മക്കള്. ദേ കയറി പിടിച്ചില്ല ഇൻകം ടാക്സുകാര്. 30 ലക്ഷം ആ മരണനികുതി അടയ്ക്കാൻ ഓർഡറായത്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവരുതല്ലോ. ബന്ധുക്കളായി ഞങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞു തരാൻ. മോളി, നിന്റെ അപ്പന് കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാണി, എനിക്കൊരു ക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ. പോത്തിന്റെ കാതി വേദം ഓതുന്ന മാതിരി ഡാഡിയുടെ പറച്ചിലുകൊണ്ട് ഒന്നും കാര്യമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്നാ പറയാനാടി? മറ്റു വല്ലതും ചെയ്യണം. എന്റെ മോനെ നിങ്ങൾക്ക് പിടിച്ചിക്കണല്ലോ. കണ്ണൂർ അഹമ്മദ് സാഹിബിന്റെ മോളെ ഓൾക്ക് വേണ്ടാന്ന് പറയാൻ മാത്രം നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ അവര് കുത്തിയ വർത്താനം പറയണത്? ആ, അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ആ? എന്താ അഹമ്മദ് സാഹിബേ? തന്നെ ശ്രീധനായിട്ട് അതാണ് ആപ്പാന്റെ പൂടിയല്. നിങ്ങളെ മോക്ക് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുക്കുന്നു. ആന മെലിഞ്ഞാൽ ആരും തൊഴുത്ത് കെട്ടൂലാലോ. പടച്ചോന്റെ ബർക്കത്തുണ്ടായിട്ട് അഹമ്മദ് സാഹിബിന് തടി കൂടിയിട്ടേ ഉള്ളൂ. അത് പിടി. മൂപ്പര കച്ചവടവും ഏർപ്പാടും മുഴുവനും ഗൾഫിലാന്ന് ആചാരിക്ക് അറിയാലോ. ആ, പിയാപ്പളനെ ദുബായി കൊണ്ടുപോയി അവനവിടെ അത് വേണ്ട. കാര്യം നമ്മൾ 3-4 കെട്ടിക്കണെങ്കിലും ഞമ്മ കാണായിട്ടും പെണ്ണായിട്ടും സുലൈമാനൊരു മോനേ ഉള്ളൂ. ഓനെ കോഴിക്കോട്ടുകാര് മാപ്പിളാര് വീട്ടു പിയാപ്പിളനെ എടുക്കണ ജയിലിക്ക് ഇരുട്ടത്ത് ചൂട്ടും കത്തിച്ച് ഇങ്ങളെ മോളാറിലേക്ക് നമ്മൾ വിടൂല. ഓൻ പെണ്ണു കെട്ടി ഇവിടെ കൊണ്ടുവരണം. ആചാരം ഇഷ്ടം. നമ്മളിനി അതിനകത്ത് തർക്കിക്കണ്ട. ആ, എന്നാ പിന്നെ നമുക്ക് ദിവസവും തീയതി നിശ്ചയിക്കാലോ. പുറത്തൊരാള് വന്ന് നിൽക്കുന്നത് പെരുത്ത് നേരായി. ഓ നട്ടപ്പാലേക്ക് തുളയെ കൊള്ളാത്തെന്ന് പറഞ്ഞിരിക്കും. മനുഷ്യന്മാര് വർത്താനം പറയുന്ന ഇടയിലാണോ നീ വന്ന് കുത്തിക്കാണ്?
അല്ല, ഇല്ലത്തെ വല്യമ്പ്രാനല്ലേ ഇത്? ഇവിടെ നിൽക്കുകയാണോ? കേറി കുത്തിരിക്കും. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കാണണം. മൂപ്പരകത്ത് കൂട്ടം പറയാണ്, ഇപ്പം വരും. ഇല്ലത്തെ വല്യമ്പ്രാട്ടിക്കും കുട്ടികൾക്കും ഒക്കെ സുഖാണോ? ഇപ്പോഴും അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ മറക്കാൻ കഴിയോ തമ്പ്രാൻ? അടിയൻ അവിടുത്തെ ആലയിലെ ചാണം വാരി കഴിഞ്ഞോളല്ലേ. തമ്പ്രാനെ പിടിക്കാൻ ഇവിടുത്തെ ആകുമ്പോ നമ്മളൊരു ഇളഞ്ഞു തിരിക്കട്ടെ. വേണ്ട, എനിക്ക് ഹാജിയാരെ ഒന്ന് കണ്ടാ മതി. വയസ്സിന് എളുപ്പാണെന്ന് നല്ലത്. പെണ്ണ് കെട്ടുകയാണെങ്കിൽ ഓളെ രണ്ട് കല്യാണത്തിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഔത്താക്കണം. ഏത് ആ നമ്പൂരിച്ചൻ എന്താ വന്നത്? ഇതാരാന്നറിയോ നിങ്ങൾക്ക്? നമ്മള് ജമ്മിയാ. ഏറി മനമനക്കലെന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ വലിയ നമ്പൂരിയാ. മുമ്പ് നാട് മുഴുവൻ ഇവരെ കയ്യിലായിരുന്നു. ഇപ്പഴരപ്പും ചിരട്ടയായി നടക്കുക. അപ്പൊ പറഞ്ഞ പോലെ 10-ാം തീയതി കണ്ണൂർ വെച്ച് കാണാം. കാണാം. കാതറുകുട്ടി സാഹിബിനെ നിങ്ങൾ ക്ഷണിക്കോ അതോ നമ്മൾ വിളിക്കണം? നമുക്ക് രണ്ടു കൂട്ടർ കൂടി വിളിക്കാം.